ഹായ് ഫ്രണ്ട്സ്, പ്രിയാസ് അനുശ്രീ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ എന്താ ഇന്ന് കോഴിയൊക്കെ പിടിച്ചോണ്ടിരിക്കുന്നതല്ലേ, ഇച്ചിരി സങ്കടകരമായ കാര്യം കേട്ടോ പറയാൻ. നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ എനിക്കൂടെ പറഞ്ഞു തരണേ. അതിനാന്നേ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയാനുണ്ട് നിങ്ങളോടൊക്കെ. ഇതിപ്പോൾ ദാ ഒരു കാര്യം പറയുന്നത്. ഇത് കണ്ടോ, എൻ്റെ കോഴിയുടെ കണ്ണ് കണ്ടോ? ഇത് കണ്ടോ, ഒന്ന് കാണിച്ച് അമ്പോ അടുത്ത്. കണ്ടോ, ഒരു കണ്ണങ്ങ് അടഞ്ഞിരിക്കുക. അതിനകത്തിൽ കൂടെ ഈള പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ആ കണ്ണ് എപ്പോഴും അടഞ്ഞേ ഇരിക്കത്തുള്ളേ, അടഞ്ഞിങ്ങനെ അങ്ങ് ഇരിക്കുക. അതിനകത്തിൽ കൂടി ഈള പോലെ വരുന്നതുകൊണ്ട് കോഴിക്കൊരു ആഹാരമൊക്കെ അവൾ എടുക്കുന്നുണ്ട്, തീറ്റയും വെള്ളമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്കൊരു ക്ഷീണം പോലെയൊക്കെ, നല്ല ഭാരമൊക്കെ ഉള്ള നല്ലൊരു പിടക്കോഴിയായിരുന്നു കേട്ടോ. എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ഇനി ചത്തുപോകുമോ എന്നുള്ള എൻ്റെ പേടി. ആർക്കെങ്കിലും എന്തെങ്കിലും മരുന്നറിയാമെങ്കിൽ കമൻ്റായിട്ട് ഇടണേ, മറക്കരുതേ. എനിക്കൊരു സഹായമായിരിക്കും അത് കേട്ടോ. ഇതുപോലെ തന്നെ ഒരു പൂവൻ കോഴിക്കും വന്നു. പൂവൻ കോഴിയെ പിന്നെ ഞങ്ങളങ്ങ് കൊടുത്തു ഒരാൾക്ക്. അവർ കൊണ്ടുപോയി കറി വെക്കാനായിട്ട് അങ്ങ് കൊണ്ടുപോയി. വലിയൊരു പൂവൻ കോഴിയായിരുന്നു. വലിയെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിർത്തിയിരുന്ന വലിയൊരു പൂവൻ കോഴിയായിരുന്നു. അതിനും ഇതുപോലെ കണ്ണിന് സുഖമില്ലാതെ വന്നു. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. അതുപോലെ തന്നെ വേറൊരു കോഴിയെ കൂടെ കാണിച്ചു തരാവേ. അത് കണ്ടു കഴിഞ്ഞാൽ ഇതുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ക്രൂരതകളുണ്ടല്ലോ, കണ്ടാൽ നമ്മൾ സഹിക്കത്തില്ല. ഇത്രയും തീറ്റയെല്ലാം കൊടുത്ത് നമ്മൾ പൊന്നു പോലെ നോക്കിയിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ തമ്മിൽ ഉണ്ടാക്കുന്ന ഓരോ പ്രശ്നങ്ങൾ, അയ്യോ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കേട്ടോ. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും വിഷമം വരും. എനിക്കത് എന്താ പറഞ്ഞേ, എപ്പോഴും കാണുമ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്കും വിഷമം. ഇതിനെയൊക്കെ സ്നേഹിക്കുന്നവരായിരിക്കുമല്ലോ എൻ്റെ ചാനൽ കൂടുതലും കാണുന്നത്, എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ഭയങ്കര വിഷമം വരും അത് കണ്ടു കഴിഞ്ഞാൽ കേട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായിട്ടിരിക്കും. അങ്ങ് എന്തോ ചെയ്യേണ്ടത്, നല്ല അടി വെച്ച് കൊടുക്കാമല്ലേ. എനിക്ക് പറ്റി വരുന്ന നല്ല അടിയും പിച്ചും ഞുള്ളും ഒക്കെ ഞാൻ വെച്ച് കൊടുത്തതിനായിട്ട് അതുപോലുള്ള കുരുപ്പ് പരിപാടികളാണ് കാണിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം അവളേവേ. ഇവളോടല്ല പറഞ്ഞത്, എന്നാലും ഞാൻ അവളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം വീഡിയോ എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടമായ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് കേട്ടോ. ഇതിനെന്തെങ്കിലും മരുന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. എൻ്റെ ഒരു പൂവൻ കോഴി പോയി, എനിക്ക് കൂട്ടിൽ ഒരുപാട് കോഴികൾ വേറെയുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഇപ്പം മാറ്റി ഇട്ടിരിക്കുക. എന്നാലും ചിലപ്പം അറിയത്തില്ലല്ലോ. ഞാൻ അവിടെ നിന്ന് പോകുന്നു, പിള്ളേരവിടെ പാട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വരും. ഇത് കണ്ടോ, അടുത്ത് കൂട്ടി കിടന്ന കോഴികൾ ചെയ്യുന്ന പണിയാണ്. ഇത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് അടുത്ത് കാണിച്ചമ്പു മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ്. ഇത് കണ്ടോ, കൊത്തി അങ്ങ് തുരന്നങ്ങ് എടുത്തേക്കുക. അമ്മേ അത് പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നമ്മേ. ഞാനന്ന് ഇതിനകത്ത് മഞ്ഞളൊക്കെ വെച്ച് ഇങ്ങനെ മഞ്ഞളൊക്കെ തേച്ച് കരിഞ്ഞ് വന്നുകൊണ്ടിരുന്ന കേട്ടോ. അത് വീണ്ടും അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി. ഒരു വല്ലാത്ത കഷ്ടമല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യാവോ അല്ലേ? കോഴികളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെയ്യുന്ന ഓരോ ക്രൂരതകൾ. കൊക്കു കണ്ട് ഇതെല്ലാം ഉണ്ടോ, തമ്മിൽ അങ്ങ് ഉപദ്രവിക്കുക. ഇത് എന്തോ ഇങ്ങനെ ഉപദ്രവിക്കുവാന്നാ. ആ മരുന്ന് കറുത്ത മരുന്ന് ഇങ്ങനെ എടുക്കാൻ നമുക്ക് ഇച്ചിരി വെക്കാം. അതുണ്ടോ ഇവിടെ? ആണോ? എന്നാൽ അവനിവിടെ നിൽക്കട്ടെ, അമ്മ എടുത്തതാണ്. അപ്പോൾ ഈ പശുവിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പുഴുവൊന്നും ആവാതിരിക്കാനും അത് പഴുക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു ഓയിൽമെൻറ്റ് അമ്മ ഇവിടെ തൂക്കുന്നുണ്ട്. ആ ഓയിൽമെൻറ്റ് തൂത്ത് കൊടുക്കുക. സാധാരണഗതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിപ്പറിച്ചാൽ നമ്മൾ ഇച്ചിരി മഞ്ഞളൊക്കെ വെച്ചാൽ അമ്മ പോവാ മഞ്ഞളൊക്കെ വെച്ചാലുണ്ടല്ലോ അതങ്ങ് കരിയുന്നാന്നേ. ഇത് ഇച്ചിരി ഓവറായിട്ട് കൊത്തിപ്പറിച്ച് കളഞ്ഞ്. ഒരു തമ്മിൽ ആഹാരത്തിന് കുറവുകൊണ്ടോ ഒന്നുമല്ല ഈ ചെയ്യുന്നത്. ഇത് അഹങ്കാരത്തിൻ്റെ പേരിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കുക. കണ്ടോ, തീറ്റയൊക്കെ തിന്ന് വയറ് നിറഞ്ഞ് കൊക്കൊക്കെ നിറഞ്ഞിരിക്കുക. പിന്നെ എന്തോതിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിപ്പറിക്കുന്നതല്ലേ. ഇവർക്ക് നടങ്ങിയിരുന്നാൽ പോരെ. അതിനെ ഞാൻ പറഞ്ഞ നല്ല അടിയും ഞുള്ളും പിച്ചും ഒക്കെ ഇവർക്ക് കൊടുക്കണമെന്ന്. അപ്പം നിങ്ങളുടെ വീടുകളിലുള്ള കോഴികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചെയ്യാറുണ്ടോ? അതിന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എൻ്റെ കാശിക്കുട്ടൻ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് കോഴിയെ പിടിക്കാൻ. കോഴിയെ പിടിച്ച കാശി, കോഴിയെ കണ്ടോ കാശി? കാശി ഇതുകൊണ്ട് ക്യാമറക്കകത്ത് ഹായ് പറഞ്ഞേ. ഹലോ ഹായ് പറ. ഹായ് ഹായ്. കോഴി പോവല്ലേ, വണ്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കോഴി രസകരമായ കാഴ്ച കണ്ടോ. എൻ്റെ ആട്ടിൻകുട്ടി അയ്യത്ത് അഴിച്ചു വിട്ടാ തിന്നാന് പട്ടിക്കുട്ടിയുടെ പുറകെ വന്നത്. അതല്ല, പട്ടിക്കുട്ടി കോഴിക്ക് കാവല്. എന്തോ വേണം. ഇവരിങ്ങനെ ബറ്റാലിയനായിട്ട് ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നത് നോക്കി. എൻ്റെ ആട്ടുകുട്ടിയെ കണ്ടോ? അമ്മ വീടല്ലേ. അമ്മ ഓയിൽമെന്റ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് തൂത്ത് കൊടുക്കാൻ. ഇത് റോസിയുടെ പുറകെ വന്നതാ അത് കേട്ടോ. അതിന് അതിൻ്റെ തള്ളേ വേണ്ട, അതിന് ഈ റോസിയ മതി. ഈ റോസിയ പ്രസവമൊക്കെ എടുത്ത് ഞങ്ങൾ ആരും കണ്ടില്ല, അത് തള്ള പ്രസവിക്കുന്നൊന്നും കണ്ടില്ല. അന്ന് തൊട്ട് റോസിയുടെ കൂട്ടത്തിലാണ് ഇവള് സഹവാസം. നീ പറ നിന്റെ വീഡിയോയുടെ വിശേഷങ്ങളൊക്കെ. നീ വീഡിയോയിലൂടെ പറയടി ഒന്ന്.
കൊണ്ടുപോയിട്ട് വെച്ചാൽ അതിനകത്ത് പോയി ഇനി നോക്കണം. ഇനി താമര അടിച്ച കുഴിയായിരുന്നു. അതെ, ആ ഓയിൽ ആ ഇലയെ തൂത്തിട്ട് അമ്മ തൂക്കുന്നത് എന്താ പറയുക, കോഴിയുടെ മുറിവേ തൂക്കുന്ന അവൻ്റെ കയ്യെ കൊടുത്ത് മുറിവേ തൂക്കാതിരിക്കാനല്ല കേട്ടോ. അത് എന്താണെന്നറിയാം, ആ ഓയിൽമെൻറ്റിൻ്റെ ഭയങ്കര സ്മെല്ലാണേ. ആ സ്മെല്ല് നമുക്ക് പശുവൊക്കെ ആണെങ്കിലും പശുവിൻ്റെ ഒക്കെ മൂക്കൊക്കെ കുത്തുമ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടായി പുഴുക്കോ എല്ലാം ചെയ്യുവാണെങ്കിൽ നമ്മൾ തൂക്കുന്ന ഓയിൽമെൻറ്റ് അത് നല്ല ഓയിൽമെൻറ്റാണ്. അതെനിക്ക് കാണിച്ച് ഇതിനകത്ത് തരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അത് പിന്നെ വല്ല പ്രശ്നമാവുമോ എന്ന്, അതുകൊണ്ടാണ് ഞാനത് കാണിച്ച് തരാത്ത കേട്ടോ. നല്ല ഓയിൽമെൻറ്റാണേ. അപ്പം അതിൻ്റെ പേരെന്തുവാ അമ്മേ? ഹൈമാക്സ് എന്നാണ് ആ ഓയിൽമെൻറ്റിൻ്റെ പേര്. അതാണ് ഞങ്ങൾ ഇപ്പോൾ ഈ തൂത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തൂത്ത് കൊടുത്താൽ സാധാരണഗതിയിൽ ഇതിനും പുഴുവൊന്നും വരാതെയും ഒക്കെ അതങ്ങ് കരിഞ്ഞ് മാറേണ്ടതാണ്. മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴിയല്ലേ, അതുകൊണ്ടാണ് ഇത്രയും വിഷമം. ഇനി എവിടെ മുറിഞ്ഞേക്കുന്നത്? അല്ലേ പറയരുതേ, ആരും പറയരുതേ. കണ്ടോ, അവർക്ക് അതിൻ്റെ മുട്ടയൊക്കെ ഇഷ്ടമാകണ്ട, അതിനെ ഒരു ഇച്ചിരി ഇതുകൊണ്ട് പോലും തൂക്കുന്നില്ലല്ലോ എന്ന് പറയരുത്. കൈ കൊണ്ടൊന്നും തൂത്ത് കൊടുക്കുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉള്ള പ്രശ്നമുള്ളവരല്ല. ആ മഞ്ഞളൊക്കെ ഇന്നലെ ഞാനും അമ്മയും കൈ കൊണ്ട് തന്നെയാണ് തൂത്ത് കൊടുത്തത്. പക്ഷേങ്കിൽ ആ ഓയിൽമെൻറ്റ് ഭയങ്കര സ്മെല്ലാണ്. അത് കയ്യിലൊക്കെ പറ്റി കഴിഞ്ഞാൽ കഴിയാലൊന്നും പോകത്തില്ല സ്മെല്ല്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താ ഞങ്ങളുടെ കോഴി ഇങ്ങനെ ഇരിക്കുക. അവൾക്കൊരു അക്കിടിയൊക്കെ പറ്റി അവിടെ കൂടെ കിടന്നവർ തന്നെ ചെയ്ത പരിപാടിയാണ്. എന്തോ പറയാനാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ.